90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. സോളാർ പീഡന കേസ് സിബിഐക്ക് വിട്ട സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് യുഡിഎഫും കോൺഗ്രസും. ഏത് ഏജൻസി അന്വേഷണം നടത്തിയാലും ഭയമില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. സോളാർ കേസിൽ ഇതുവരെ നടപടിയെടുക്കാതിരുന്നത് സർക്കാരിന്റെ കഴിവില്ലായ്മയാണെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിമർശനം. നീക്കം ഇടതു സർക്കാരിന് തിരിച്ചടിയാകും. ഞങ്ങൾ ഇതിനെ എങ്ങനെയും ഏത് നടപടിയെയും ഞങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. കാരണം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം. പുലി വരുന്നേ പുലി എന്നത് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് സോളാർ കേസിൽ പിണറായി സർക്കാരിന്റെ നടപടിയെന്ന് ആരോപണ വിധേയനായ ഹൈബി ഈഡൻ എംപി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി എത്തുന്ന പുലിയായി സോളാർ കേസ് മാറുകയാണ്. സോളാർ കേസ് സിബിഐക്ക് വിട്ടത് ബിജെപി സിപിഐഎം രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട, രാഷ്ട്രീയ ഗൂഢാലോചന ജനം തിരിച്ചറിയുമെന്നും ചെന്നിത്തല. ഏത് അന്വേഷണത്തെയും യു ഡി എഫ് നേരിടാൻ തയ്യാറാണ്. ഈ ഓലപ്പാമ്പ് കാണിച്ചൊന്നും ഞങ്ങളെ പേടിപ്പിക്കേണ്ട. ബിജെപിയുമായിട്ടുള്ള പുതിയ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കേസ് സിബിഐക്ക് വിടുന്നത്. 4.5 വർഷത്തോളമായി മിണ്ടാതിരുന്ന സോളാർ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീറിന്റെ ചോദ്യം. ഇത് കെട്ടിച്ചമച്ചിട്ടുള്ള കഥയാണ്. ഈ കഥ പൊട്ടിപ്പൊടിയുക തന്നെ ചെയ്യും. പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗോതയിൽ ഇറങ്ങുമ്പോൾ, കാരണം ഇതുവരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ് വിജിലൻസ് കേസെടുത്ത് ടിഷ്യൂ പേപ്പറിൽ ഒപ്പിടുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. ഇതുവരെ രമേശ് ചെന്നിത്തലയെ ലക്ഷ്യം വെച്ച സർക്കാർ ഉമ്മൻചാണ്ടിക്ക് നേരെയാണ് ഇപ്പോൾ തിരിഞ്ഞതെന്നും എം കെ മുനീർ കണ്ണൂരിൽ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സോളാർ പീഡന കേസിൽ പരാതിക്കാരിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജോസ് കെ മാണി. സർക്കാരിന് മുന്നിൽ പല പരാതികളും വരും, അത് അന്വേഷിച്ചതിരിക്കും. നേരത്തെയും തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനമായ ആരോപണം ഉയർന്നിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. സരിത പറയുന്നതനുസരിച്ച് താങ്കൾക്കെതിരെയും പറയുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അടിസ്ഥാനരഹിതമാണ്. മുമ്പും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വന്നപ്പോൾ ഇതുപോലുള്ള ആരോപണം വന്നു. ഞാൻ തന്നെ, അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നേരിട്ട് DGPയുടെ അടുത്ത് ചെന്ന് പരാതി കൊടുത്തു, ഇത് അന്വേഷിക്കണമെന്ന്. ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത് അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കടക്കാനുള്ള ചൈനീസ് ശ്രമം വീണ്ടും തകർത്ത സേന. ചൈനീസ് ശ്രമത്തിനിടെ സിക്കിമിലെ നാഥുലയിൽ ഇരു സേനകളും തമ്മിൽ സംഘർഷമുണ്ടായി. 20 ഇന്ത്യൻ സൈനികർക്കും 4 ചൈനീസ് സൈനികർക്കും പരിക്കേറ്റു. അതേസമയം അതിർത്തിയിലെ പിന്മാറ്റത്തിന് സമയബന്ധിതവും പ്രായോഗികവുമായ റോഡ് മാപ്പ് വേണമെന്ന് ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെട്ടു. സിക്കിമിലെ നാഥുലയിൽ 3 ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. നാഥുലയിൽ ഇന്ത്യൻ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള ചൈനീസ് സൈനികരുടെ ശ്രമം ഇന്ത്യൻ സൈന്യം ചെറുത്തു. സംഭവത്തിൽ 20 ചൈനീസ് സൈനികർക്ക് പരിക്കേറ്റു. 4 ഇന്ത്യൻ സൈനികർക്കും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ചൈനയുടെ ഒരു പട്രോൾ സംഘം അവിചാരിതമായി നിയന്ത്രണ രേഖ മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറാൻ ചൈനീസ് സേന തുടങ്ങിയതോടെ ഇന്ത്യൻ സൈനികർ ഇത് തടഞ്ഞു. ചൈനീസ് സൈനികരുടെ കടന്നുകയറ്റം ഫലപ്രദമായി തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചതായി സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രദേശത്ത് ഇപ്പോൾ സൈന്യം കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മേയിലും സമാനമായ വിധത്തിൽ ഇവിടെ കടന്നുകയറാൻ ചൈനീസ് സൈന്യം ശ്രമിച്ചിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 19,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് നാഥുല. അതേസമയം അതിർത്തിയിലെ പിന്മാറ്റത്തിന് സമയബന്ധിതവും പ്രായോഗികവുമായ റോഡ് മാപ്പ് വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഏതാണ്ട് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ നടന്ന 9ാം വട്ട സൈനിക ചർച്ചയിലാണ് ഇന്ത്യയുടെ നിർദ്ദേശം. നിയന്ത്രണ രേഖയുടെ തൽസ്ഥിതി മാറ്റാനുള്ള നീക്കങ്ങളിൽ നിന്ന് ചൈന പിന്മാറണമെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു. അടുത്ത മാസം വീണ്ടും 10ാം വട്ട സൈനികതല ചർച്ച നടക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നതിനിടെ NCPയിൽ സമവായ ശ്രമവുമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. സംസ്ഥാന നേതൃത്വത്തെ ശരത് പവാർ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. AK ശശീന്ദ്രനും മാണി സി കാപ്പനും TP പീതാംബരനും ഫെബ്രുവരി 1 ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും. മാണി സി കാപ്പൻ മുംബൈയിലെത്തി ശരത് പവാറിനെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് നേതൃയോഗം വിളിച്ചത്. NCPയിലെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണ് ശരത് പവാർ യോഗം വിളിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ മാണി സി കാപ്പൻ, TP പീതാംബരൻ, AK ശശീന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ജയിച്ച ഒരു സീറ്റും വിട്ടുകൊടുക്കേണ്ടെന്ന് ശരത് പവാർ പറഞ്ഞതായി മാണി സി കാപ്പൻ പറഞ്ഞു. കുട്ടനാടിൽ തോമസ് ചാണ്ടിയുടെ സഹോദരൻ തന്നെ മത്സരിക്കുമെന്നും കാപ്പൻ മുംബൈയിൽ പറഞ്ഞു. NCPയെ UDFൽ എത്തിക്കാനുള്ള നീക്കം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഈ നീക്കത്തിന് മാണി സി കാപ്പൻ അടക്കമുള്ളവർക്ക് സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരന്റെ പിന്തുണയുമുണ്ട്. അതേസമയം യാതൊരു കാരണവശാലും UDFലേക്ക് പോവേണ്ടതില്ലെന്നും NCP LDFൽ തന്നെ തുടരുമെന്നുമാണ് AK ശശീന്ദ്രൻ വിഭാഗം അറിയിക്കുന്നത്. ഷാഹിൻ ആന്റണി, 24, കൊച്ചി.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കൊരുങ്ങി UDF. ഉഭയകക്ഷി ചർച്ചകൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കും. മുസ്ലിം ലീഗും ജോസഫ് വിഭാഗവുമായാണ് ആദ്യ ചർച്ച. കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാടിലാണ് ലീഗ്. RSP ജേക്കബ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ. അതേസമയം മാധ്യമങ്ങളിലൂടെ അവകാശവാദങ്ങൾ പാടില്ലെന്ന് ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സീറ്റ് വിഭജനം ഉടൻ പൂർത്തീകരിക്കണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഉഭയകക്ഷി ചർച്ചകൾ 27-28 ദിവസങ്ങളിൽ നടത്തുന്നത്. ആദ്യ ദിവസം മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് എന്നിവരുമായാണ് ചർച്ച. വ്യാഴാഴ്ച RSP ജേക്കബ് ഗ്രൂപ്പ്, CMB, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായി ചർച്ചകൾ നടക്കും. കോൺഗ്രസ് 87, മുസ്ലിം ലീഗ് 24, കേരള കോൺഗ്രസ് M 15, ലോക് താന്ത്രിക് ജനതാദൾ 7, RSP 4, കേരള കോൺഗ്രസ് ജേക്കബ്, CMB എന്നീ പാർട്ടികൾ ഓരോന്ന് വീതം എന്നിങ്ങനെയായിരുന്നു 2016 UDFിലെ സീറ്റ് നില. ഇതിൽ ലോക് താന്ത്രിക് ജനതാദളും ജോസ് കെ മാണിയും മുന്നണി വിട്ടു. ഇങ്ങനെ അധികമായി വന്ന സീറ്റുകളിൽ അവകാശവാദവുമായി മുസ്ലിം ലീഗ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇത്തവണ 30 സീറ്റ് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും 2 സീറ്റ് കൂടി നൽകുമെന്നാണ് സൂചന. ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് പോയെങ്കിലും കരുത്തു ചോർന്നില്ലെന്ന് അവകാശപ്പെടുന്ന PJ ജോസഫ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച 15 സീറ്റും വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ കേരള കോൺഗ്രസിന് 10 സീറ്റിൽ കൂടുതൽ നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. RSPയും ജേക്കബ് ഗ്രൂപ്പും ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞങ്ങളുടെ താല്പര്യവും പാർട്ടിയുടെ തീരുമാനവും എന്താണ് എന്നത് UDFിൻ്റെ ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കും. അർഹമായ പ്രാതിനിധ്യം എല്ലാ ഘടകകക്ഷികൾക്കും UDFിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പുതിയതായി മുന്നണിയിലെത്തിയ ഫോർവേഡ് ബ്ലോക്കിന് 1 സീറ്റ് നൽകിയേക്കും. NCP UDFിലെത്തിയാൽ 4 സീറ്റ് അവർക്ക് നൽകേണ്ടി വരും. ഇത്തവണ 90-ലധികം സീറ്റിൽ മത്സരിച്ച് 55 ഇടത്തെങ്കിലും വിജയം നേടാനാണ് കോൺഗ്രസ് ലക്ഷ്യം. ഘടകകക്ഷികൾ നിലപാട് കടുപ്പിച്ചാൽ ഉഭയകക്ഷി ചർച്ച അത്ര എളുപ്പമാകില്ല. ടോം കുര്യാക്കോസ്, 24 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച ജോസഫ് പക്ഷം പാർട്ടി കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റ് ഇത്തവണയും വേണം. ഇക്കാര്യം UDFിൽ ആവശ്യപ്പെടും. അതേസമയം കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയല്ല ആര് വന്നാലും പ്രശ്നമില്ലെന്ന് മോൻസ് ജോസഫ് തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് UDF കടക്കാനിരിക്കെയാണ് നിലപാട് വ്യക്തമാക്കി ജോസഫ് പക്ഷം രംഗത്തെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് എന്ന ആവശ്യത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യം UDF യോഗത്തിൽ ആവശ്യപ്പെടും. സീറ്റ് വച്ചുമാറുന്ന കാര്യമൊന്നും നിലവിൽ ചർച്ചയായിട്ടില്ലെന്നും മോൻസ് ജോസഫ് MLA വ്യക്തമാക്കി. ജോസ് കെ മാണി വിഭാഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാലായിൽ മാണി സി കാപ്പൻ MLA ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് LDFിലുമാണ്. അപ്പം മറിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വന്നാലാണല്ലോ ആ വിഷയത്തിന് ഒരു പ്രസക്തിയുള്ളൂ. അത് അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ UDF ആലോചിക്കും. കടുത്തുരുത്തിയിൽ തനിക്ക് വെല്ലുവിളികളില്ല. മണ്ഡലത്തിൽ ജോസ് കെ മാണിയല്ല ആര് വന്നാലും പ്രശ്നമില്ല. കടുത്തുരുത്തിക്ക് സ്വന്തം നാട്ടുകാരായ ജനപ്രതിനിധികൾ ഉണ്ട്. അന്യദേശത്തു നിന്നും ആളെ കടമെടുക്കേണ്ട കാര്യം കടുത്തുരുത്തിക്കാർക്കില്ലെന്നും മോൻസ് ജോസഫ്. 55 വർഷക്കാലം മാണി സാർ MLA ആയിരുന്ന പാല വിട്ടുപോലും എനിക്കറിയത്തില്ല. അപ്പം അദ്ദേഹം വന്നതിലൂടെ ഞങ്ങൾക്ക് മത്സരത്തിൽ കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം എതിര് ആരെന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതേസമയം മാണി സി കാപ്പന്റെയും പാലായുടെയും കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നും വരുന്ന സാഹചര്യത്തിൽ UDF പരിഗണിക്കുമെന്നും മോൻസ് ജോസഫ് കൂട്ടിച്ചേർത്തു. ക്യാമറാമാൻ VS മനീഷിനൊപ്പം S ശ്രീകാന്ത്, 24 കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് RSP. ചില സീറ്റുകൾ വെച്ചു മാറണമെന്നും ആവശ്യം. ഒഴിവ് വന്ന സീറ്റുകളെല്ലാം കോൺഗ്രസ് മത്സരിക്കുന്നത് ഉചിതമാവില്ലെന്നും RSP സംസ്ഥാന സെക്രട്ടറി A അസീസ് 24നോട് പറഞ്ഞു. കൊല്ലം ജില്ലയിൽ 3 സീറ്റ് ഉൾപ്പെടെ ആകെ 5 ഇടത്താണ് കഴിഞ്ഞ തവണ RSP മത്സരിച്ചത്. ഇത്തവണ 7 സീറ്റുകൾ വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ തവണ മത്സരിച്ച ചില സീറ്റുകൾ വെച്ചുമാറണമെന്നും UDF നേതൃത്വത്തെ അറിയിക്കും. ആറ്റിങ്ങൽ സീറ്റ് കഴിഞ്ഞ തവണ അടിച്ചേൽപ്പിച്ചതാണ്. അതിനു പകരം ഇത്തവണ വാമനപുരം ആവശ്യപ്പെടും. തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്തിന് പകരം ആലപ്പുഴയിലെയോ പത്തനംതിട്ടയിലെയോ 1 സീറ്റ് വേണമെന്നും RSP ആവശ്യമുയർത്തും. ആറ്റിങ്ങൽ പുതുതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളെ അടിച്ചേൽപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണ കയ്പമംഗലം സീറ്റും ആറ്റിങ്ങൽ സീറ്റും എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. പകരമായി കോൺഗ്രസ് ആണ് സീറ്റ് വിട്ടുതരേണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു സീറ്റ് ആറ്റിങ്ങലിന് പകരം ഞങ്ങൾക്ക് കിട്ടണം. കൊല്ലം ജില്ലയിലും അധികമായി 1 സീറ്റ് ചോദിക്കും. കൊല്ലം, കുണ്ട്ര എന്നീ മണ്ഡലങ്ങളിലൊന്നിലാണ് RSP അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ കൊല്ലം മണ്ഡലം വിട്ടു നൽകാൻ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് തയ്യാറാവില്ല. ഞങ്ങൾ 2 സീറ്റ് കൂടി അധികം ചോദിക്കും.
ആ 2 സീറ്റ് അധികം ചോദിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ ഒരു സീറ്റ്, കൊല്ലമോ കുണ്ടറയോ അതോടൊപ്പം തന്നെ ആലപ്പുഴയോ പത്തനംതിട്ടയോ ഒരു സീറ്റ്, അങ്ങനെ 2 സീറ്റ് അധികം ചോദിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഡിസംബർ 28-നാണ് കോൺഗ്രസും RSPയും തമ്മിൽ സീറ്റ് വിഭജന ചർച്ച നടക്കുക. കഴിഞ്ഞ തവണ ലഭിച്ച 5 സീറ്റുകളിൽ നിന്നും ഒരാളെ പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ RSPക്കായിരുന്നില്ല. ഇത്തവണ നിലവിലുള്ള സീറ്റുകൾ വെച്ചുമാറിയും അധിക സീറ്റുകൾ ആവശ്യപ്പെട്ടും നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് RSPയുടെ ലക്ഷ്യം. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൊല്ലം ജില്ലയിലും അധികം സീറ്റ് RSP ആവശ്യപ്പെടും. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള യാത്രയ്ക്കൊരുങ്ങി BJP. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര ഫെബ്രുവരി 20 മുതൽ മാർച്ച് 5 വരെയാകും. ഇക്കാര്യത്തിൽ 29-ന് തൃശൂരിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗം അന്തിമ തീരുമാനമെടുക്കും. അതേസമയം ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് BJP കേരള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഫെബ്രുവരി 20 മുതൽ മാർച്ച് 5 വരെ എന്ന രീതിയിലാണ് യാത്രാ തീയതി നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ 29-ന് തൃശൂരിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗം അന്തിമ തീരുമാനമെടുക്കും. പ്രധാനപ്പെട്ട 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും സംസ്ഥാന സമിതിയിൽ ഏകദേശ തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിരീക്ഷകന്റെ യാത്ര ഫെബ്രുവരി 5 മുതലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. BJP മണ്ഡലം നേതൃയോഗങ്ങളിൽ ഇദ്ദേഹം പങ്കെടുക്കും. പാർട്ടി മണ്ഡലം ഇൻചാർജുമാരും തെരഞ്ഞെടുപ്പ് കൺവീനർമാരും ബൂത്ത് തലത്തിൽ പേജ് പ്രമുഖുമാരും ഉടനുണ്ടാകും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി പ്രഭാരി CP രാധാകൃഷ്ണൻ, JP നദ്ദ തുടങ്ങിയവർ RSS സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടേക്കുമെന്ന ആശങ്ക BJPക്കുണ്ട്. അതിനാൽ കാടിളക്കിയുള്ള പ്രചാരണ കോലാഹലങ്ങൾ വേണ്ടെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതിനൊപ്പം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാകും BJP തന്ത്രം. എസ് ശ്രീകാന്ത്, 24 കോട്ടയം. 90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. കളമശ്ശേരിയിൽ 17-കാരനെ മർദ്ദിച്ച സംഘത്തിലെ കുട്ടികളിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. ഗ്ലാസ് ഫാക്ടറി കോളനി സ്വദേശിയാണ് രാവിലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പോലീസ് മർദ്ദിച്ചതിലുള്ള വിഷമത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി DCP ഐശ്വര്യ ഡോങ്റെ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച കളമശ്ശേരിയിൽ 17-കാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ 7 പ്രതികളിൽ ഒരാളാണ് ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടതോടെ മഞ്ഞുമ്മലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചിരുന്നു. ഇതിനിടെ കുട്ടിയുടെ മരണം പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്നും കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. നിങ്ങൾ ഇതാരെങ്കിലും മർദ്ദിച്ച കാര്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ലൈഫില്ല, നിങ്ങളുടെ ലൈഫ് ഞാൻ തീർക്കും, നിങ്ങളുടെ ലൈഫ് ഞങ്ങൾ തീർക്കും എന്ന് പറഞ്ഞ് എല്ലാ പോലീസുകാരും 10-20 പോലീസുകാരും മാറി മാറി മർദ്ദിക്കാനുണ്ടായത്. ഈ പയ്യന് ഈ ഇടി കൊണ്ട പയ്യനാണ് ഇത്തിരി കൂട്ടത്തിൽ ആരോഗ്യമുള്ള പയ്യൻ, ഈ മരിച്ചിരിക്കുന്ന നിഖിൽ എന്ന് പറഞ്ഞ പയ്യൻ. ബന്ധുക്കളുടെ ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി DCP ഐശ്വര്യ ഡോങ്റെ. നമുക്ക് കണ്ടിന്യൂ ഓൺ ആണ്, ബിക്കോസ് ഇന്ന് രാവിലെ സംഭവം നടന്നിട്ടുണ്ട്. സോ എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പേഴ്സണൽ അറ്റൻഷൻ ഉണ്ട് ഈ കേസിൽ ആകെയുള്ള 7 പ്രതികളിൽ 6 പേർക്കും പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. സംഘത്തിലെ മുതിർന്ന അംഗമായ അഖിൽ വർഗീസിനെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. മർദ്ദനമേറ്റ കുട്ടി ആലുവ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 24 കൊച്ചി. ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണത്തിനെതിരായ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും CBIക്കും നോട്ടീസ്. ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന വിഷയമാണിതെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. യൂണിടാക് കോഴ നൽകിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടില്ലെന്നും FCRA ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഇപ്പോൾ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനും CBIക്കും നോട്ടീസ് അയക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, കേന്ദ്ര സർക്കാരിന് നോട്ടീസില്ല. കേന്ദ്ര സർക്കാർ ഈ കേസിലെ കക്ഷിയല്ല. CBIക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. CBI മുതൽ ഉള്ള 3 കക്ഷികൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് ഈ കേസിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഈ എതിർകക്ഷികൾ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് 4 ആഴ്ചത്തേക്ക് ശേഷം നോട്ടീസിന് മാറ്റിവെക്കുകയാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. എന്നാൽ ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസിൽ സ്റ്റേ വേണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു.
പക്ഷേ ഇത് പരിഗണിക്കുന്നത് കേസിൽ CBI നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമാകും എന്നായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന മറുപടി. ഇതേ തുടർന്നാണ് CBI അടക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം കേസ് മാറ്റിവെച്ചത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ M. ശിവശങ്കറിന് ജാമ്യം. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതോടെയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നാളത്തെ ട്രാക്ടർ പരേഡിനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കി കർഷക സംഘടനകൾ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയുടെ അതിർത്തികളിലേക്ക് ആയിരക്കണക്കിന് ട്രാക്ടറുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ ഹരിയാന അതിർത്തിയായ ഷാജഹാൻപൂരിൽ നിന്ന് പ്രവേശനം അനുവദിക്കുന്നതിൽ ഹരിയാന പോലീസ് വൈകിട്ടോടെ വ്യക്തത വരുത്തും. അതേസമയം ട്രാക്ടർ റാലിക്ക് നേരെ ആക്രമണമുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഡൽഹിയിലും അതിർത്തി മേഖലകളിലും സുരക്ഷ ശക്തമാക്കി. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗി നിരക്കിലെ വർധനവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വിഷയത്തിൽ IMA മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ആശങ്ക അറിയിച്ചു. ദിനം പ്രതി 1 ലക്ഷം ടെസ്റ്റുകളെങ്കിലും നടത്തണമെന്നാണ് IMAയുടെ ആവശ്യം. ഏറ്റവും ഒടുവിൽ വന്ന പ്രതിദിന കോവിഡ് കണക്ക് പ്രകാരം 12.48% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിലും കഴിഞ്ഞ ഒരാഴ്ചയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിതി ആശങ്കാജനകമാണെന്നും ജനങ്ങൾക്ക് ജാഗ്രത കൈമോശം വന്നതായും ഡോക്ടർ സുൽഫിനോ. നമുക്കിവിടെ വാക്സിൻ വന്നു കഴിഞ്ഞു. കേസുകളുടെ എണ്ണത്തിൽ ആദ്യം ഇടയ്ക്ക് കാലഘട്ടത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അസുഖത്തിൽ നിന്നുള്ള ഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എക്സാക്ട്ലി ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇംഗ്ലണ്ടിലും സംഭവിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ട് ഏതാണ്ട് കേരളത്തെക്കാട്ടിയും ഇരട്ടി മാത്രം ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് 1000-ഓളം ഡെത്തുകളാണ് ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റുകളിലും കുറവുണ്ട്. വിഷയത്തിലെ ആശങ്ക IMA മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും അറിയിച്ചു. 1 ലക്ഷം ടെസ്റ്റുകളെങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് മന്ത്രിയെയും കണ്ടിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത അനിവാര്യമാണ്. അല്ലാത്തപക്ഷം കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് IMA നൽകുന്ന മുന്നറിയിപ്പ്. ദീപക് മലയമ്മ, 24, തിരുവനന്തപുരം. റിപ്പബ്ലിക് ദിനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി രാജ്യം. ഭീകരാക്രമണ സാധ്യതയും ട്രാക്ടർ റാലിയും മുൻനിർത്തി കർശന സുരക്ഷാ ക്രമീകരണം ഒരുക്കി ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗവും. അതേസമയം കോവിഡ് ചട്ടങ്ങൾ പാലിച്ച് നാളെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. വിപുലമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾക്ക് നടുവിലാണ് ഡൽഹി. നഗരത്തിലെ എല്ലാ പ്രധാന മേഖലകളിലും സുരക്ഷാ സൈനികർ നിലയുറപ്പിച്ചു കഴിഞ്ഞു. സായുധരായ സുരക്ഷാ സേനയെ ഏതടിയന്തര സാഹചര്യവും നേരിടാനുള്ള തയ്യാറെടുപ്പോടെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഭീകരാക്രമണ ഭീഷണിയും കർഷകരുടെ ട്രാക്ടർ റാലിയും മുന്നിൽ കണ്ട് ഇക്കുറി ഡൽഹിയിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ നടക്കുന്ന പരേഡായതിനാൽ കോവിഡ് പ്രോട്ടോകോൾ കണക്കിലെടുത്ത് പൊതുസന്ദർശകരെ ഗണ്യമായി കുറച്ചു. ക്ഷണക്കത്തോ പരേഡിനുള്ള ടിക്കറ്റോ കൈവശമുള്ളവരെ മാത്രമേ രാജ്പഥിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ ചെങ്കോട്ട വരെ നീണ്ടിരുന്ന പരേഡ് ഇക്കുറി ഇന്ത്യ ഗേറ്റിൽ സമാപിക്കും. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് പരേഡ് വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നാളെ 72ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും രാജ്യം പൂർത്തിയാക്കി കഴിഞ്ഞു. ഡൽഹിയിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളോടും കനത്ത ജാഗ്രത പാലിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുന്നത്. മോഹൻകുമാറിനോടൊപ്പം ലക്ഷ്മി സുരേഷ്, 24, ഡൽഹി. 24 വാർത്ത പൂർത്തിയാക്കി. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം.